ഞാൻ പറഞ്ഞത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ജീവിക്കാൻ അല്ലാഹു തആല ഒരു ചെറിയ സൗകര്യം കൊടുക്കുകയാണ്. അവൻ ആ ടൗണിലേക്ക്, മാർക്കറ്റിലേക്ക് തലയിൽ ഐസിന്റെ കെട്ടെടുത്തു കൊണ്ടുപോയി മാർക്കറ്റിൽ ഒരു കടയുടെ തിണ്ണയിൽ ഇറക്കി വെച്ചിട്ട് നട്ടുച്ചയുടെ സമയത്ത് ആളുകൾ കൈസ് വിറ്റിട്ട് വൈകുന്നേരമാകുമ്പോ ആളുകളിൽ നിന്ന് കിട്ടിയ നാണയത്തുട്ടുകൾ സ്വരൂപിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് അവർക്കുള്ള ഭാര്യക്കും കുട്ടികൾക്കുമുള്ള ഭക്ഷണം കയ്യിൽ കരുതിയിട്ട് തിരിച്ചു പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, അവനെ ഉദാഹരിക്കുകയാണ് മഹാനായ ഗസാലി ഇമാം തങ്ങൾ. എന്താണ് പറയുന്നത്? ഒരു ചെറുപ്പക്കാരൻ ഐസിന്റെ കെട്ടെടുത്തിട്ട് അത് വിറ്റിട്ടാണ് ജീവിക്കുന്നത്. എല്ലാ ദിവസവും ഐസിന്റെ കെട്ടെടുത്തിട്ട് മാർക്കറ്റിൽ പോയി ആളുകൾക്ക് വിറ്റിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അന്നം വാങ്ങിയിട്ട് വരുന്നവൻ, അവനെ പ്രതീക്ഷയോടെ കാത്തിൽക്കാണ് അവന്റെ കുടുംബം. എന്നാൽ ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഐസിന്റെ കെട്ടെടുത്തിട്ട് മാർക്കറ്റിൽ പോയി സാധാരണ കെട്ടിറക്കി വെക്കുന്ന മാർക്കറ്റിൽ കടയുടെ തുണ്ണയിൽ ഇറക്കി വെച്ചിട്ട് അവനൊരു ഭാഗത്തേക്ക് നോക്കുമ്പോ മാർക്കറ്റിൽ എന്തോ ബഹളം, എന്തോ ഒരു ശബ്ദം, എന്തോ ഒരു പളപളപ്പ് കണ്ടപ്പോ അവൻ അങ്ങോട്ട് തിരിഞ്ഞുപോയി. അതിന്റെ അപ്പുറത്തേക്ക് തിരിഞ്ഞു, അതിന്റെ അപ്പുറത്തേക്ക് തിരിഞ്ഞു. സമയം അങ്ങനെ പോയതവൻ അറിഞ്ഞില്ല. ഈ ടൗണിന്റെ മാർക്കറ്റിന്റെ ബഹളത്തിൽ അവൻ അങ്ങ് ലയിക്കുകയാണ്. ആഘോഷങ്ങൾ അവൻ മതിമറക്കുകയാണ്. അവന്റെ ഐസിന്റെ കാര്യം അവൻ ആലോചനയിൽ വന്നില്ല. ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, അസ്റും കഴിഞ്ഞു, മഗ്രിബോടടുത്ത സമയം ഇവന്റെ ശരീരത്തിലേക്ക് തണുപ്പ് തട്ടുകയാണ്. ആളുകളൊക്കെ അവശ്യ നിർവഹണത്തിന് ശേഷം മാർക്കറ്റിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചുപോയി മാർക്കറ്റ് കാലിയാകുന്ന സമയമാണ്. ഇവൻ സബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇവൻ ആലോചിക്കുന്നു, അല്ലാഹ്, ഐസ് നല്ല ചൂടുള്ള സമയത്താണ് ആളുകൾക്ക് ഞാൻ വിൽക്കാറുള്ളത്. ഇപ്പോൾ തണുപ്പ് ബാധിച്ചിരിക്കുന്നു. മാത്രമല്ല രാവിലെ ഇറക്കി വെച്ചിരിക്കുന്ന ഐസ് വെള്ളായി പോയിട്ടുണ്ടാകൂലേ അല്ലാഹ്. കാലിയായ കൈയോടെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന സഹധർമ്മിണിയും സന്താനങ്ങളും അവരെന്നെ അന്നത്തിനു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി കാത്തു നിൽക്കുമ്പോൾ കാലിയായ കൈയോടെ തിരിച്ചു വീട്ടിൽ കയറിയിട്ട് ഞാനെന്ത് സമാധാനം പറയുമല്ലോ. മഹാനായ ഗസാലി ഇമാം ഈ ചെറുപ്പക്കാരനെ ഉദാഹരിക്കുകയാണ്. ഇയാള് വളരെ സ്പീഡിൽ തിരിച്ചു വരികയാണ്. രാവിലെ ഐസിന്റെ കെട്ടിറക്കി വെച്ച കടയുടെ തുണ്ണയിലേക്ക് അടുത്തെത്തി നോക്കുമ്പോ ഇയാള് പ്രതീക്ഷിച്ചതുപോലെ ഐസൊക്കെ അലിഞ്ഞ് വെള്ളമായി പോയിരിക്കുന്ന കാലിക്കൊട്ട ഇയാളെ കാത്തു നിൽക്കുന്നു. ഈ കാലിക്കൊട്ട തലയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോ ഇയാൾ ഇങ്ങനെ കരുതുകയാണല്ലോ, നഷ്ടപ്പെട്ടു പോയ നട്ടുച്ചയുടെ കൊടും ചൂട് തിരിച്ചു വരികയും അസ്തമിച്ചു പോയ സൂര്യൻ തിരിച്ച് നട്ടുച്ചയുടെ നേരത്തേക്കൊന്ന് തിരിച്ചു വരികയും അലിഞ്ഞ് വെള്ളമായി ഒഴുകിപ്പോയ വെള്ളം രണ്ടാമതും ഐസായി രൂപപ്പെടുകയും ഇന്ന് ഐസ് വാങ്ങാൻ ആളുകൾ എന്നെ സമീപിക്കുകയും മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് പോയ ആളുകൾ ഐസ് വാങ്ങാൻ ആവശ്യപ്പെട്ട് എന്നെ തിരിച്ചെന്നെ സമീപിക്കുകയും അവരിന്ന് ഐസ് വാങ്ങിയിട്ട് പൈസ കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ഇപ്പോ അരിയും സാധനങ്ങളും വാങ്ങിപ്പോകുന്നൊരു സന്തോഷം നീ എനിക്ക് തിരിച്ചു തരുമോ അല്ലാഹ്. കാലിയായ കൊട്ടയോടെ വീട്ടിലേക്ക് പോയാ ഞാനെന്ത് സമാധാനം പറയുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് നടന്നു പോകുന്ന വിഷണ്ണനായ ബുദ്ധിയായ ഒരു ചെറുപ്പക്കാരനെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി തങ്ങൾ സമൂഹ സമക്ഷം സമർപ്പിക്കുന്നു, ഉദാഹരിക്കുന്നു. മഹാനവറുകൾ ചോദിച്ചു, ഇയാളൊരു ബുദ്ധിയല്ലേ? അലിഞ്ഞു പോയി വെള്ളത്തിൽ ഒലിച്ചു പോയത്, ആ റോഡിലേക്ക് ഒലിച്ചു പോയ വെള്ളനി ഐസായിട്ട് കൊട്ടയിൽ കയറുകയില്ല. നഷ്ടപ്പെട്ടു പോയ കൊടും ചൂടിന് ഇന്ന് തിരിച്ചു വരുകയില്ല. സംഭവിക്കാത്തത് ആലോചിക്കുകയാണ് ഇയാൾ. എന്നാൽ ഇയാളൊരു വിഡ്ഢിയല്ലയോ? ഇതിനേക്കാൾ പമ്പര വിഡ്ഢിയായ ഒരാളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ഗസാലി ഇമാം തങ്ങൾ പറയാണ്, ആരാണ് അയാൾ? ഒരാളെ അല്ലാഹു തആല ദുനിയാവിലേക്ക് പറഞ്ഞേക്കാണ്. ദുനിയാവിലേക്ക് ഒരാളെ അല്ലാഹു തആല പറഞ്ഞേക്കുകയാണ്. ആ പറഞ്ഞേക്കുന്നവന് നേരത്തെ ഐസ് കൊടുത്തതുപോലെ ഇവന്റെ തലയിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ആയുസാണ്. ഇവന്റെ തലയിൽ അല്ലാഹു തആല കൊടുത്തത് ഇവന്റെ സമയമാണ്, ഇവന്റെ ആയുസാണ്. ഈ ആയുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ
അവൻ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങുമ്പോ അവന്റെ ജീവിതത്തിന് ആവശ്യമുള്ള സമ്പത്ത് സ്വരുക്കൂട്ടാനാണ് ആയുസ് കൊടുത്ത് അല്ലാഹു തആല അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പക്ഷേ അവന്റെ ആയുസ്സും തലയിലേറ്റ് ഇവിടെ വന്നപ്പോ ഒരു ഭാഗത്ത് സിനിമാറ്റിക് ഡാൻസ് നടക്കുന്ന, നാടകം നടക്കുന്ന, റിയാലിറ്റി ഷോ കാണുന്ന, പട്ടുറുമാലും കുപ്പിവളയും തരികിട സകലതും ഈ ലോകത്ത് കണ്ടപ്പോ ആയുസ് തന്ന് പറഞ്ഞയച്ച അല്ലാഹു തആലയുടെ പ്രതിനിധിയാണെന്ന ബോധമില്ലാതെ താന്തോന്നിയായി അബദ്ധസഞ്ചാരിയായി ആയുസ് മുഴുവനും തീർത്ത് കളയുകയാണ്. ഇദാ ആശൽ ഫതാ 60 ആമാ ഫനിസ്ഫുൽ ഉംരി തംഹുഖുൽ ലയാലി. 60 വയസ്സുവരെ ജീവിക്കാൻ അവസരം കൊടുക്കുന്ന ഒരാൾ അവന്റെ 30 വർഷം ഉറങ്ങിയിട്ടോ രാത്രിയായിട്ടോ തുറന്നു പോവുകയാണ്. പകുതിയുടെ പകുതിയായ 15 കൊല്ലം നിന്റെ സ്കൂൾ പഠിക്കുന്ന പ്രായപൂർത്തിയാകുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളഞ്ഞിട്ട് അതും അങ്ങ് തീർന്നുപോയി. 60 വയസ്സ് ജീവിക്കുന്ന മനുഷ്യനാകെ കിട്ടുന്ന 15 പകുതിയുടെ 1/3 10 കൊല്ലമാണ് ജീവിക്കാനുള്ളത്. അവിടെയാണ് അലച്ചയുള്ളത്, ആഗ്രഹമുള്ളത്. കല്യാണം കഴിക്കണം, വീടുണ്ടാക്കണം, മക്കളെ കെട്ടിക്കണം, പിന്നെ അവർക്ക് വീടുണ്ടാക്കണം, ഷോപ്പ് തുടങ്ങണം, രണ്ടാമത്തെ ഷോപ്പ് തുടങ്ങണം, പാർട്ട്ണർമാരെ കൂട്ടണം, ബിസിനസ് ഉണ്ടാക്കണം, അത് വ്യാപിപ്പിക്കണം. അമാലും വഹിറുസൂ വശൂലും ബിൽ മകാസബി വൽ ഇയാലി. കുടുംബത്തിന്റെയും അധ്വാനത്തിന്റെയും കാര്യങ്ങൾ ആലോചിക്കുന്ന 10 കൊല്ലം. മോനെ 60 വയസ്സുവരെ ജീവിക്കാൻ അവസരം തന്നു നിന്റെ ജീവിതത്തിൽ 55 കൊല്ലം കഴിഞ്ഞു പോയടോ. വബാഖില്ലും അസ്ഖാമു വശൈബു വഹമ്മും ബിർതിഹാലിൻ വൻതിഖാലി. 55 കൊല്ലമാകുമ്പോഴേക്ക് ശരീരത്തിന്റെ കറുത്ത രോമങ്ങളൊക്കെ വെളുക്കാൻ തുടങ്ങി, എല്ലുകൾക്ക് ബലക്ഷയം വരാൻ തുടങ്ങി, കണ്ണുകൾ കുഴിയിലിറങ്ങുന്ന, കവിളൊട്ടിപ്പോകുന്ന, സ്കിന്നുകൾക്ക് ചുളിവ് ബാധിക്കുന്ന, കിടന്നാൽ ഉറക്കു വരുന്നില്ല, ടെൻഷനും പ്രയാസവുമാണ്. വഹമ്മും ബിർതിഹാലിൻ വൻതിഖാലി. യാത്രക്കുള്ള ടിക്കറ്റ് ഓക്കെയാക്കുന്ന തിരക്കിലാ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണിത്. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, ഫഹബ്ബുൽ മർഇ തുറുൽ ഉംരി ജഹുലു ഫഖിസ്മതുഹു അലാ ഹാദൽ മിസാലി. ഇതിങ്ങനെ നോക്കുമ്പോ ഒരാൾ കുറെ കാലം ജീവിക്കണമെന്ന് കരുതുന്നത് അവന്റെ വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. എത്ര കാലം ജീവിച്ചാൽ ഇങ്ങനെ ഓഹരി വെക്കാൻ കഴിയുള്ളൂ. ഞാൻ പറയുന്നത് ഈ ആയുസ് കൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആയുസ് അവൻ ഇങ്ങനെ തെമ്മാടിയായി അലഞ്ച് പഠിച്ചു പൊളിച്ചങ്ങ് നടക്കുന്നു. അവസാന ഘട്ടം, അവസാന സമയം അവൻ പലരോടും പരാതി പറഞ്ഞതാണ്, സമയം പോകുന്നില്ല, സമയം പോകുന്നില്ല, എത്ര നേരായി സമയം പോകുന്നില്ല. ഇങ്ങനെ പലപ്പോഴും പറയാറ്, നമ്മൾ തന്നെ ഉപയോഗിക്കാറില്ലേ, സമയം പോകുന്നില്ല. ഇങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞ സമയം അവസാനം പോയി. മോനെ, നിന്റെ ജീവിതത്തിന്റെ അസുറും കഴിഞ്ഞ് മഗ്രിബിന്റെ സമയമെത്തുമ്പോ നിന്റെ സൂര്യൻ അസ്തമിക്കാൻ, നിന്റെ ആയുസിന്റെ സൂര്യൻ അസ്തമിക്കാൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് തലതാഴ്ത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വഹദിൽ മുട്ടുന്ന സമയത്ത്, തഴുകുന്ന സമയത്ത് ഈ മനുഷ്യൻ നേരത്തെ ഐസ് കച്ചവടക്കാരൻ പറഞ്ഞില്ലയോ, അല്ലാ അലിഞ്ഞുപോയ ഐസിന്റെ കട്ട പിന്നെയും ഐസാക്കണമെന്ന്. ഇതുപോലെ പരാജയപ്പെട്ടു പോയ, സമയം ശ്രദ്ധിക്കാതെ തെമ്മാടിയായി ജീവിച്ചുപോയ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹ് നിന്റെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ എത്രയാണ് സംവിധാനങ്ങൾ നീ ഒരുക്കിയത്, എത്രയാണ് വലിയ വലിയ ആലിമീങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചു പോയത്. അല്ലാഹ്
ഒരു സമയം ഒരു സെക്കൻഡ് കിട്ടിയാൽ ഒരു കൊല്ലത്തെ ഫലം ചെയ്ത എത്രയെത്ര ഉലമായിനെയാണല്ലോ ഞാൻ വായിച്ചത്, പഠിച്ചത്, അനുഭവിച്ചത്, അറിഞ്ഞത്. എന്നാൽ ആ മഹാന്മാര് നടന്ന വഴിയൊന്നും എനിക്ക് വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ വേറൊരു റൂട്ടിൽ സഞ്ചരിച്ചു പോയി. അല്ലാ, നീ തന്ന ആയുസ് മുഴുവനും ഞാനിതാ അബദ്ധ സഞ്ചാരിയായി നശിപ്പിച്ചു കളഞ്ഞു. അല്ലാ, എത്ര സംവിധാനങ്ങളാണ്, സംഘടനകളാണ്, സംവിധാനങ്ങളാണ്, പ്രസിദ്ധീകരണങ്ങളാണ്, പ്രസ്ഥാനങ്ങളാണ്, സ്ഥാപനങ്ങളാണ് നിന്റെ അസ്തിത്വത്തെ വിളിച്ചോതുന്ന, എന്നെ ബോധ്യപ്പെടുത്തുന്ന എത്ര സംവിധാനങ്ങളാണല്ലോ. അതിലേക്കൊന്നും ചെവി കൊടുക്കാതെ ഞാൻ തമ്മാടിയായി ജീവിച്ച് നീ തന്ന ആയുസ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാ, നീ തന്ന ആയുസിന്റെ അവസാന സമയം, മഗ്രിബിന്റെ സമയം, നിന്നയിലേക്ക് എന്നെ ക്ഷണിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വാതിലിൽ മുട്ടുന്നു. അല്ലാ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. നേരത്തെ സമയം പോകുന്നില്ല എന്ന് പറഞ്ഞവൻ, ഇന്ന് തീരെ സമയം പോകുന്നില്ല എന്ന് പറഞ്ഞവൻ കണ്ടു നിങ്ങൾ. മഹാനായ ഗസാലി ഇമാമ് തങ്ങൾ ചോദിക്കുന്നു, ആ സമയത്ത് വിരല് കടിച്ചിട്ട് അല്ലാഹുവിനോട്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു ചെറിയ സമയം നീ എനിക്കൊന്നും നീട്ടിത്തരുവോ അല്ലാ, ഫഅസ്വദ്ദക, ഞാൻ സ്വദഖ ചെയ്തോളാം, വഅകും മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഒരു വഴി ഉണ്ടായിരുന്നു. അല്ലാ, ധാരാളം ആളുകൾ ബഹുമാനിച്ച് എത്രയെത്ര നല്ല നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. അല്ലാ, അവരെ വഴിയൊന്നും ഞാൻ കൂടിയില്ല, ഞാൻ അവരെ പിന്നാലെ പോയില്ല. എന്നാ നീ എനിക്കൊരു സെക്കൻഡ് നീട്ടിത്തരുവോ അല്ലാ, ഞാൻ ആ സ്വാലിഹീങ്ങളുടെ ഖുദമത്തിലായി, ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ അങ്ങ് കൂടാമല്ലാ. പക്ഷെ പരിശുദ്ധ ഖുർആനിന്റെ താല്പര്യം, പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, ഫലൻ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധിയെത്തിയാൽ അവസരം നീട്ടുന്ന പ്രശ്നമില്ല. ഒരാൾക്കും ഒരു സെക്കൻഡ് നീട്ടിക്കിട്ടുന്നില്ല. ഇത് പറഞ്ഞിട്ട് ഗസാലി ഇമാമ് ചോദിക്കുന്നു, മരണസമയത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയത്ത് പടച്ച റബ്ബിനോട് പരിഭവം പറയുന്ന ഈ വിവരം കുറഞ്ഞുപോയ, ഈമാനില്ലാതെ പോയ, പരാജിതരിൽ പെട്ടുപോകുന്ന ഈ മനുഷ്യൻ നേരത്തെ ഐസ് കച്ചവടം ചെയ്തവനേക്കാൾ വിഡ്ഢിയല്ലയോ സമൂഹമേ? അവിടെയാ ഞാൻ പറഞ്ഞത്, മനുഷ്യന് സുബോധം നഷ്ടപ്പെടുന്നത് ഇവിടെയാണ്. സമയത്തിന്റെ വിലയറിയുന്നില്ല, സമയത്തെക്കുറിച്ച് ചിന്ത